ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ വിഷ്ണുരാജൻ നമ്പ്യാർ, ഓങ്കോളജിസ്റ്റാണ്, MBR ക്യാൻസർ സെൻറ്റർ കോഴിക്കോട്. മെയ് മാസം ബ്രെയിൻ ക്യാൻസർ അവയർനെസ് മന്താണ്. ബ്രെയിൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ വളരുന്ന ഒരു ഗ്രോത്താണ് ബ്രെയിൻ ക്യാൻസർ എന്ന് പറയുന്നത്. ട്യൂമേഴ്സ് രണ്ട് തരത്തിലുണ്ടാവാം. ഒന്നെങ്കിൽ ക്യാൻസേഴ്സ് എന്ന് വെച്ചാൽ കൺട്രോൾ ഇല്ലാണ്ട് വളരെ വേഗത്തിൽ വളരുന്നൊരു ട്യൂമർ, അല്ലെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ്. ക്യാൻസർ അല്ലാത്ത വളർച്ചയാണ്, പക്ഷേ എന്നാലും അതിൻ്റെ ലൊക്കേഷൻ കാരണം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗ്രോത്താണ്. രണ്ടിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബ്രെയിൻ ക്യാൻസർ നമ്മൾ എല്ലാ ക്യാൻസേഴ്സിനും ചികിത്സ ആവശ്യമാണ്. ബ്രെയിൻ ട്യൂമേഴ്സ് എല്ലാ ക്യാൻസേഴ്സിനും ചികിത്സ ആവശ്യം വന്നോളണമെന്നില്ല. അതിൻ്റെ ലൊക്കേഷനും അത് ബുദ്ധിമുട്ടുണ്ടാക്കണമനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ ക്യാൻസേഴ്സിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ തല മുതൽ കാൽ വരെ എല്ലാ പ്രവർത്തനവും കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ്. അപ്പം അതിനെ എന്തെങ്കിലും ബാധിച്ചാൽ എന്ത് സിംറ്റം വേണമെങ്കിലായിട്ടും പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യാം. തലവേദനയാവാം, സംസാരശേഷിയിൽ ബുദ്ധിമുട്ടുണ്ടാവാം, കൈകാലിൻ്റെ ബലക്കുറവ്, ബലക്ഷയം, നടത്തത്തിൽ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട്, ശരീരത്തിന് പെട്ടെന്നുള്ള വിറയൽ, ഫിക്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ബുദ്ധിമുട്ടായിട്ടും അത് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ഈ പറഞ്ഞതെല്ലാം വേറെ ഏതൊരു ക്യാൻസർ അല്ലാത്തൊരു കണ്ടീഷനിലും കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് വിട്ടുമാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണുക, അതിന് വേണ്ട വർക്കപ്പ് ചെയ്യുക. അപ്പോൾ വേറെ ക്യാൻസേഴ്സിനെ പോലെ ബ്രെയിൻ ക്യാൻസറിന് സ്ക്രീനിങ് ആയിട്ട് ടെസ്റ്റുകളോ ഒന്നുമില്ല. ഒരു MRI സ്കാൻ ചെയ്യാണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ നമ്മുടെ ഭാഗത്ത് അറിഞ്ഞിരിക്കുന്നത് സിംറ്റംസ് ഉള്ളപ്പോൾ ഡിലേ ചെയ്യാണ്ട് ഫിസിഷ്യനെ കണ്ടിട്ട് അതിൻ്റെ വർക്കപ്പ് ഒക്കെ ചെയ്യുക. പിന്നെ ഇതിനെല്ലാത്തിനും ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബ്രെയിൻ ക്യാൻസർ ആയാലും ട്യൂമർ ആയാലും ചികിത്സ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയാണ്. 1% അസുഖങ്ങൾക്ക് കീമോതെറാപ്പി മരുന്നുകളും വേണ്ടി വന്നേക്കാം. ഇത് പല കോമ്പിനേഷനിൽ ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് വളരുന്ന ട്യൂമേഴ്സും ഉണ്ട്, വളരെ സ്ലോ ആയിട്ട് വളരുന്ന ട്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും ചികിത്സ ഉണ്ടാവുക. അപ്പോൾ ഈ ബ്രെയിൻ ക്യാൻസർ അവയർനെസ് മന്തിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ട്യൂമേഴ്സ് ക്യാൻസറസ് ആയിരിക്കാം, ക്യാൻസർ അല്ലാത്ത ഗ്രോത്തും ഉണ്ടാവാം. രണ്ടാമത്, ഇതിൻ്റെ സിംറ്റംസ് വേഗമായിരിക്കാം, പല രീതിയിലുള്ള സിംറ്റംസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക, വർക്കപ്പ് ചെയ്യുക. മൂന്നാമത്, ഭയപ്പെടാണ്ട് ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചികിത്സ നേരത്തെ തന്നെ തേടുക. താങ്ക് യു.